എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 88, 89, 90 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ഠുപ്പ് വൃത്തം തന്നെയാണുള്ളത്. ഇവിടെ ശ്രീകൃഷ്ണനും സത്യയും അർജുനനും കൂടിയിട്ട് തിരിച്ച് ദ്വാരകയിലേക്ക് വരുമ്പോൾ മധ്യത്തിൽ ഉച്ചസമയത്ത് ഏതാണ്ട് ഉച്ചയോടടുത്തപ്പോൾ വലിയൊരു സൈന്യം അവരെ തടഞ്ഞു. അതാരായിരുന്നു എന്നുള്ളതൊക്കെ അവിടെ കഴിഞ്ഞ ദിവസം കവി പറഞ്ഞു. അതായത് സത്യയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന കുറേ രാജാക്കന്മാർ, അവർക്ക് പ്രതിജ്ഞ പരിപാലിക്കാനും സാധിച്ചില്ല. അപ്പോൾ അവരാണ് എങ്ങടാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോണത്, ഞങ്ങൾക്ക് അവകാശപ്പെട്ട കുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ ഞങ്ങളെയൊക്കെ വന്ന് കൃഷ്ണൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാണോ, എന്നാൽ കൃഷ്ണനെ തടയാം എന്നുള്ള രീതിയിലൊക്കെ വന്ന് നിൽക്കുന്ന രാജാക്കന്മാരാണ്. അവരെ പറ്റിയിട്ട് കവി എന്താ പറയണതെന്ന് നോക്കാം. നമുക്ക് ആദ്യം 88ാമത്തെ ശ്ലോകം നോക്കാം. സുഖപോലതലം ശുഭ്രു രക്തോഷ്ഠം ദീർഘലോചനം രുചിരാളകമാശിഷ്ട ശൗരിഃ പശ്യൻ പ്രിയാമുഖം. ആദ്യം പദച്ഛേദം പറയാം. സുഖപോലതലം ശുഭ്രു രക്തോഷ്ഠം ദീർഘലോചനം രുചിരാളകം ആശിഷ്ട ശൗരിഃ പശ്യൻ പ്രിയാമുഖം. വലിയൊരു യുദ്ധത്തിനുള്ള ഒരുക്കമൊക്കെ പറഞ്ഞിട്ട് ഉടനെ തന്നെ ശ്രീകൃഷ്ണനെ വർണ്ണിക്കുകയാണ്. എന്തിനാ ഇപ്പോൾ ഇങ്ങനെ വർണ്ണിക്കണതെന്ന് തോന്നാം. അതിനൊരു കാരണം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആദ്യം അർത്ഥത്തിലേക്ക് കടക്കാം. ശൗരി, ആ ശ്രീകൃഷ്ണനാകട്ടെ സുകപോലതലം ശുഭ്രു രക്തോഷ്ഠം ദീർഘലോചനം രുചിരാളകം പ്രിയാമുഖം. പ്രിയാമുഖത്തിൻ്റെ വിശേഷണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞതൊക്കെ. പ്രിയായാഹ മുഖം പ്രിയാമുഖം, സത്യയുടെ നല്ല സുന്ദരമായിട്ടുള്ള മുഖം. സത്യ വളരെ പ്രിയപ്പെട്ടവളാണ്, അതുകൊണ്ട് പ്രിയ എന്ന് പറഞ്ഞു. ആ പ്രിയയുടെ മുഖം എങ്ങനെയുള്ളതായിരുന്നു? മുഖം സുകപോലതലം, ശോഭനമായ കവിൾത്തടങ്ങളോട് കൂടിയത്. അത് വേളി സമയത്ത് തന്നെ പറഞ്ഞു, അഗ്നി അവിടെ കവിളത്ത് തട്ടി പ്രതിബിംബിക്കുകയായിരുന്നു. മറ്റൊരു സ്വർണ്ണാഭരണം പോലെ അഗ്നിയുടെ ഒരു പ്രതിഫലനം അവിടെ കണ്ടു എന്ന്. അത്ര സുന്ദരമായിട്ടുള്ള കവിൾത്തടങ്ങളോട് കൂടിയ പ്രിയയുടെ മുഖം. പിന്നെ ശുഭ്രു, ശുഭ്രു എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരമായി വളഞ്ഞു നിൽക്കുന്ന പുരികം, അങ്ങനെയുള്ളതായിട്ടുള്ള മുഖം. അതോടൊപ്പം മറ്റൊരു വിശേഷണമാണ് രക്തോഷ്ഠം, നല്ല ചുവന്ന ചുണ്ട്. സ്വതവേ തന്നെ പ്രകൃത്യാ തന്നെ വളരെ മാർദ്ദവമുള്ള ചുവന്ന ചുണ്ടുകളുള്ള മുഖം. ദീർഘലോചനം, ദീർഘലോചനം നല്ല നീണ്ട ഇടംപെട്ട കണ്ണുകൾ എന്നൊക്കെ പറയും. വലിയ കണ്ണുകൾ, നല്ല നീണ്ട കണ്ണുകൾ. അത് വളരെ ഭംഗിയാണ്. സുന്ദരികൾക്ക് കുറച്ചുകൂടി സൗന്ദര്യം വർദ്ധിപ്പിക്കും കണ്ണുകൾ, സുന്ദരമായിട്ടുള്ള കണ്ണുകൾ എന്നാണ് പറയണത്. ദീർഘലോചനം രുചിരാളകം, അതുപോലെ കുറുനിരകൾ, ചുരുണ്ട അളകങ്ങൾ വീണ് കിടക്കുന്നതായ അതിസുന്ദരമായിട്ടുള്ള പ്രിയയുടെ മുഖം. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്രേ ശൗരി. അതാണ് പ്രിയാമുഖം പശ്യൻ ആശിഷ്ട, ശൗരി ആശിഷ്ട. പ്രിയയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ശൗരി അങ്ങനെ ഇരുന്നു. ഇതിന് തൊട്ടു മുമ്പുള്ള ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് വലിയൊരു സൈന്യം ഇവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് മുമ്പിൽ വന്നു നിന്നു എന്നാണ്. അതേസമയം ശ്രീകൃഷ്ണൻ തൻ്റെ പത്നിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിട്ട് അവിടെ അങ്ങനെ ഇരുന്നു എന്നാണ്. എന്തിനാ ഇങ്ങനെ പറയണതെന്നാണെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ആ ധീരോദാത്തത്വം, ആര് വന്ന് മുമ്പിൽ നിന്നാലും വേണ്ടില്ല, ആരെയും ഒരു തരി പോലും പേടിയില്ല എന്നുള്ളത് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ പുല്ല് വിലയാണ്, എനിക്ക് തൃണവത് ഗണിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. അത്രയും നേരം സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടില്ല എങ്കിൽ പോലും, നോക്കിയിട്ടുണ്ടാവാം, പത്നിയാണല്ലോ, ഒന്നുകൂടി വിസ്തരിച്ച് തൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് ഭാര്യയെ നോക്കാൻ തുടങ്ങിയത്. സുന്ദരമായിട്ടുള്ള മുഖത്തിൻ്റെ ആ ഒരു വർണ്ണനയാണ് കവി നടത്തിയത്. ചുരുണ്ട അളകങ്ങൾ, നീണ്ട കണ്ണുകൾ, തുടുത്ത ചുണ്ട്, അതുപോലെ പിന്നെ പറഞ്ഞു നല്ല പുരികം, നല്ല തിളങ്ങുന്ന കവിൾത്തടം, ഇതൊക്കെ കൂടിയിട്ടുള്ള ആ സുന്ദരമുഖം. പിന്നെയും പിന്നെയും നോക്കിക്കൊണ്ട് അവിടെ അങ്ങനെ ശൗരി അനങ്ങാണ്ടിരുന്നു. യുദ്ധത്തിനും പുറപ്പെട്ടില്ല, ഒന്നും പ്രത്യേകിച്ച് ചെയ്തില്ല. അതിന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുക. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. അഥ ഗത്വാ രഥേനോച്ചൈഃ പ്രചലത് കപികേതുനാ ഫൽഗുനഃ പൃഥിവീപാലാൻ സ്വബാലംഭമഭാഷത. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. അഥ ഗത്വാ രഥേന ഉച്ചൈഃ പ്രചലത് കപികേതുനാ ഫൽഗുനഃ പൃഥ്വീപാലാൻ സോപാലംഭം അഭാഷത.
ശ്രീകൃഷ്ണൻ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് പത്നിയെ നോക്കിയിരിക്കുമ്പോൾ ആരാണ് പിന്നെ പറഞ്ഞ് മുമ്പാക്കം ചെന്നത്, ശത്രുക്കളുടെ അടുത്തേക്ക് ആരാണ് പോയത് എന്ന് പറയാണ്. അഥ അനന്തരം ഫൽഗുനൻ അർജുനൻ. എന്താണ് ഫൽഗുനൻ എന്ന അർജുനന് പേര് വന്നത്? ഉത്തര ഫാൽഗുനി നക്ഷത്രത്തിൽ പിറന്നവൻ. ഉത്തര നക്ഷത്രമാണ് അർജുനനുള്ളത്, അതുകൊണ്ടാണ് ഫൽഗുനൻ എന്ന് പേര് വന്നത്. അങ്ങനെ നാമങ്ങൾ 10 എണ്ണം ഉണ്ടെങ്കിൽ 10 എണ്ണത്തിനും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ആ പേര് അർജുനന് വന്നത് എന്നുള്ളത് നമ്മൾ അർജുനൻ്റെ 10 നാമങ്ങളും ഭക്തിയാ ജപിക്കലോ നിത്യഭയങ്ങൾ അകന്നുപോം നിശ്ചയം എന്ന് പേടിയുണ്ടാവാതിരിക്കാൻ ചൊല്ലാറുണ്ട്. അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീടിയും ശ്വേതാശ്വനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതിഹരൻ സവ്യസാചി ബിഭിത്സുവും 10 നാമങ്ങളും ഭക്തിയാ ജപിക്കലോ നിത്യഭയങ്ങൾ അകന്നുപോം നിശ്ചയം എന്ന് എത്രയോ കാലങ്ങളായിട്ട് നമ്മളൊക്കെ രാത്രി ചൊല്ലിക്കിടക്കണതാണ്. ഇത് പേടിയാവുമ്പോൾ ചൊല്ലിയാൽ പേടി മാറും എന്നാണ് പറയുക. അങ്ങനെ വളരെയധികം പേടി വന്ന ഒരാൾക്ക് പേടി മാറാൻ വേണ്ടിയിട്ട് അർജുനൻ തന്നെ പറഞ്ഞു കൊടുത്ത 4 വരികളാണിത്. ആർക്കായിരുന്നു പേടിയായത് എന്നാണെങ്കിൽ, പാണ്ഡവരുടെ അജ്ഞാതവാസക്കാലത്ത് പാണ്ഡവന്മാർ താമസിച്ചത് വിരാട രാജ്യത്തിലാണ്. ആ വിരാട രാജ്യത്തിലെ രാജകുമാരനായിരുന്നു ഉത്തരൻ വളരെ കേമമായിട്ട് ചില കാര്യങ്ങൾ അവരവരുടെ കാര്യങ്ങൾ പൊങ്ങച്ചത്തിൽ സ്ത്രീകളുടെ ഇടയിലിരുന്ന് പറഞ്ഞു. ഒരിക്കൽ ഈ വിരാട നഗരത്തിൽ നിന്ന് പശുക്കളെയൊക്കെ ദുര്യോധനാദികൾ മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോൾ നല്ലൊരു തേരാളി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ പശുക്കളെയും അതുപോലെ കുതിരകളെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നേനെന്ന്. അത് കേട്ട ഉടനെ തന്നെ പാഞ്ചാലി ഈ ഒരു വിവരം ചെന്ന് അർജുനനെ അറിയിച്ചു. അർജുനൻ അന്ന് ബൃഹന്നളയുടെ വേഷത്തിൽ, ബൃഹന്നള ഒരു സ്ത്രീയുമല്ല പുരുഷനുമല്ലാത്തൊരു വേഷത്തിലായിരുന്നു അവിടെ നൃത്തം പഠിപ്പിച്ചുകൊണ്ട് വിരാടത്തിൽ താമസിച്ചിരുന്നത്. അങ്ങനെ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അർജുനൻ ചെന്നിട്ട് ഞാൻ തേരാളിയാവാം, അങ്ങ് രഥത്തിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഉത്തരൻ എങ്ങനെയൊക്കെയോ രഥത്തിൽ കയറി, ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല എങ്കിലും പേടിച്ച് രഥത്തിൽ കയറി അർജുനൻ കൊണ്ടുപോകുന്ന ദിക്കിലേക്ക് പോയി. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് അർജുനനോട് ഈ ഉത്തരൻ പറയാണ്, ബൃഹന്നളെ നീ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകണം, എനിക്ക് ഇവിടെ ഇരിക്കാൻ വയ്യ, പേടിച്ചിട്ട് വിറയ്ക്കണു, എന്നെ ഒന്ന് രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പേടിക്കണ്ട, ഞാനൊരു മന്ത്രം ചൊല്ലിത്തരാം, അത് ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കണ 4 വരികളാണിത്. അർജുനൻ ഫൽഗുനൻ എന്നുള്ള 10 പേരുകൾ. അവസാനം അർജുനൻ അടക്കമുള്ള 5 പേരെയും ഈ ഉത്തരന് മനസ്സിലാവും. ഉത്തരനല്ല, പിന്നെ രഥത്തിലിരിക്കണത് അർജുനനും, അതായത് യുദ്ധം ചെയ്യുന്നത് അർജുനനും ബൃഹന്നളയും തേര് തൊളിക്കണത് ഉത്തരനുമാണ്. അങ്ങനെയാണ് പിന്നെ ആ കഥ അവിടെ തീരണത്. ബാക്കി കഥകളൊക്കെ മഹാഭാരതത്തിൽ വരുന്നുണ്ട്. ഈ ഫൽഗുനൻ എന്നുള്ള പേരിൻ്റെ ഒരു സാങ്കത്യം പറഞ്ഞതാണിവിടെ. അഥ ഫൽഗുന പ്രചലത് കപികേതുനാ രഥേന. കപികേതു എന്ന് പറഞ്ഞാൽ, കപി എന്ന് പറഞ്ഞാൽ ഹനുമാനാണ്. ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ളവൻ, അതാണ് അർജുനൻ്റെ തേരിലെ കൊടിയടയാളം ഹനുമാൻ്റെ ചിത്രമാണ്. ഓരോരുത്തർക്കും ഓരോ കൊടിയുണ്ട്. ഇപ്പോഴത്തെ കാലത്തെ പോലെ തന്നെ പണ്ടും ഉണ്ട് ഇതൊക്കെ. അർജുനൻ്റെ രഥത്തിൽ ഹനുമാൻ്റെ ചിത്രമാണ് ഉള്ളതെങ്കിൽ ദുര്യോധനൻ്റെ കൊടിയടയാളമായിട്ട് ആനയാണുള്ളത്. അതാണ് ജയ ജയ നാഗ കേതന എന്ന് പറയുന്നത്. നാഗം എന്നുള്ളതിന് പാമ്പ് എന്നല്ല അവിടെ അർത്ഥം, ആനയാണ്. കാമദേവൻ്റെ അടയാളമായിട്ട് മകരമത്സ്യമാണ്, ചീങ്കണ്ണി പോലത്തെ ഒരു മത്സ്യത്തിൻ്റെ ചിഹ്നമാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കൊടിയടയാളമുണ്ട്. അപ്പോൾ ഇവിടെ പറയാണ് കപികേതുന പ്രചലത് കപികേതുന, ഇളകിക്കൊണ്ടിരിക്കുന്ന ആ കൊടിയോടുകൂടിയ, അതായത് ഹനുമാൻ്റെ ചിത്രത്തോടു കൂടിയ, ഹനുമാൻ അവിടെ എഴുന്നള്ളി ഇരിക്കുന്നുണ്ട് എന്നൊക്കെ തന്നെയാണ് സങ്കല്പം. അങ്ങനെയുള്ള ആ കൊടിമരം ഇളക്കിക്കൊണ്ട്, അതൊക്കെ ഒരു വീര സ്വഭാവമാണ്, രാജാക്കന്മാരുടെ ഒരു രൗദ്രത, അവരുടെ ഒരു പേടിപ്പിക്കുന്ന ഒരു ഗാംഭീര്യം, പ്രതാപം, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊടി ഇളക്കിക്കൊണ്ട് രഥേന. അങ്ങനെയുള്ള ആ രഥത്തോടു കൂടിയിട്ട് അർജുനൻ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, ഗത്വാ പൃഥ്വീപാലാൻ, അഭിമുഖമായിട്ട് യുദ്ധത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്നവരായിട്ടുള്ള ശത്രുക്കളോട്, രാജാക്കന്മാരോട് സോപാലംഭം എന്ന് പറഞ്ഞാൽ കളിയാക്കിക്കൊണ്ട്, അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കളിയാക്കിക്കൊണ്ട് ഇപ്രകാരം അഭാഷത പറഞ്ഞു. അവരുടെ അടുത്തേക്ക് ശ്രീകൃഷ്ണനല്ല പോയത്, പകരം അർജുനനാണ് പോയത്.
അർജുനൻ അങ്ങോട്ട് ചെന്നിട്ട് അവരെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്തിനാ അപ്പം ഇങ്ങോട്ട് വന്നത് തുടങ്ങിയിട്ടുള്ള വാക്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. 90-ാമത്തെ ശ്ലോകം നോക്കൂ. രാജ്ഞസ്സകാശാന്നീതാ ശൗരിണ ഘോരകർമ്മണ വൃഷാസ്തിഷ്ഠന്തി തേ തത്ര ഭവദ്ഭിഃ കിമിഹാഗതം. ആദ്യമേ പറഞ്ഞുല്ലോ സോപാലംഭം, കളിയാക്കി തന്നെയാണ് പറയണത്. ആദ്യം പദച്ഛേദം പറഞ്ഞിട്ട് അർത്ഥത്തിലേക്ക് കിടക്കാം. രാജ്ഞ സകാശാത് ന ആനീതാഃ ശൗരിണ ഘോരകർമ്മണ വൃഷാഃ തിഷ്ഠന്തി തേ തത്ര ഭവദ്ഭിഃ കിം ഇഹ ആഗതം. നല്ല ശക്തമായിട്ട് കളിയാക്കുകയാണ്, തമാശയല്ല, കുത്തുവാക്ക് പറയുക തന്നെയാണ് ചെയ്യണത്. എന്താ പറയണത്? ഘോരകർമ്മണ ശൗരിണ, ഘോരകർമാവായിട്ടുള്ള ശൗരിയാൽ, നല്ല ക്രൂരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണല്ലോ ശ്രീകൃഷ്ണൻ. അങ്ങനെയുള്ള ശ്രീകൃഷ്ണനാൽ രാജ്ഞസകാശാത്, രാജാവിൻ്റെ അടുത്തു നിന്ന്, രാജാവിൻ്റെ എന്നുള്ളത് കൊണ്ട് കോസലാധിപതിയായിട്ടുള്ള നഗ്നജിത്തിൻ്റെ അടുത്ത് നിന്ന്, സകാശാത് സമീപാത്, ന ആനീതാഹ തേ വൃഷാഹ, കൊണ്ടുവരാത്ത ആ കാളകളെ, അതായത് ശ്രീകൃഷ്ണൻ നഗ്നജിത്തിൻ്റെ അടുത്ത് പോയിട്ട് കാളകളെ അഴിച്ചുവിട്ടു, പിടിച്ചു കെട്ടി സത്യയെ വിവാഹം കഴിച്ചു. എന്നിട്ട് സത്യയും കൊണ്ടാണ് പോകുന്നത്. ആരെ കൊണ്ടുവന്നില്ല? കാളകളെ കൊണ്ടുവന്നിട്ടില്ല, സത്യയെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. കാളകൾ എവിടെയുണ്ട്? കാളകൾ അവിടെ കോസലത്തിൽ തന്നെയുണ്ട്. അതാണ് അർജുനൻ പറയണത്. ന ആനീതാഹ, കൊണ്ടുവരാത്തവരായ തേ വൃഷാഹ, ആകെ കൊണ്ടുവന്നത് സത്യയെ മാത്രമേ ഉള്ളൂ, കാളകളെ കൊണ്ടുവന്നിട്ടില്ല. അവരെവിടെയുണ്ട്? തത്ര തിഷ്ഠന്തി, തത്ര കോസലേ തിഷ്ഠന്തി, കോസലത്തിലാണ് കാളകളൊക്കെ നിൽക്കുന്നത്. എന്നിട്ട് ഭവദ്ഭിഃ കിം ഇഹ ആഗതം, നിങ്ങളൊക്കെ എന്തിനാ ഇപ്പം ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്? നിങ്ങളല്ലേ കാളകളെ അഴിച്ചുവിട്ട് കെട്ടാമെന്ന് പറഞ്ഞിട്ട് പോയത്, കോസലത്തിലേക്ക് പോയത്. എന്നിട്ട് വേണ്ടതൊന്നും ചെയ്യാതെ ഇപ്പോൾ ഞങ്ങളുടെ മെക്കെട്ട് വലിയ ശക്തിയും കൊണ്ട് വന്നിരിക്കണത് എന്തിനാ? ഞങ്ങൾ അങ്ങനത്തെ പണിയൊന്നും ചെയ്തിട്ടില്ല. ആ കാളകളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അവിടെ പോയിട്ട് വേണമെങ്കിൽ അവയെ അഴിച്ചുവിടാം, അവയെ കെട്ടിയിടാം, അല്ലാതെ ഞങ്ങളുടെ മെക്കെട്ടൊന്നും എടുക്കാൻ വരണ്ട. വലിയൊരു അർത്ഥമുള്ള, വളരെ വ്യംഗ്യാർത്ഥമുള്ള, വളരെ എന്താ പറയുക, കളിയാക്കിക്കൊണ്ട് ഇവർക്ക് യാതൊരു കഴിവുമില്ല എന്നുള്ളത് സ്ഥാപിക്കാൻ തക്കവണ്ണുള്ള ഒരു വാക്യമാണ്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവളെ സത്യയെ വിവാഹം കഴിച്ചപ്പോഴേക്കും അവകാശികൾ ഒരുപാടായി. സത്യയെ അവകാശമുള്ളവർ ഞങ്ങളാണ്, നീയല്ല, ശ്രീകൃഷ്ണനല്ല, അപഹരിച്ചു കൊണ്ടുവരികയാണ് എന്നുള്ള രീതിയിലാണല്ലോ ഇപ്പോൾ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. നിങ്ങൾ യുദ്ധം ചെയ്യണത് ഞങ്ങളോടല്ല വേണ്ടത്, യുദ്ധം ചെയ്യേണ്ടത് കാളകളോടാണ്. അവിടെ പോയിട്ട് കാളകളെ കെട്ടിയിടണമായിരുന്നു, എന്നാലേ ഈ പെൺകുട്ടിയെ കിട്ടുള്ളായിരുന്നു. അതൊക്കെ ചെയ്ത് ഘോരകർമാവ് എന്നൊക്കെ പറഞ്ഞത് വളരെ വിപരീത ലക്ഷണയാണ്. ഒരു ഘോരകർമ്മവും ചെയ്തിട്ടില്ലല്ലോ. കാളകളെ അഴിച്ചുവിട്ടു, കാളകളെ പിടിച്ചു കെട്ടി, സത്യയെ വേണ്ടതുപോലെ വിധി പോലെ വിവാഹവും കഴിച്ചു. പക്ഷെ അതൊക്കെ ക്രൂരകർമ്മങ്ങളാണ് എങ്കിൽ നിങ്ങൾക്കും അതുപോലെയൊക്കെ ചെയ്യാം. അവിടെ പോയിട്ട് കാളകൾ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് എന്നർത്ഥം. അവരെ വേണമെങ്കിൽ അഴിച്ചുവിടാം, കെട്ടിയിടാം, അവരുടെ നിന്ന് കിട്ടാനുള്ളതൊക്കെ വാങ്ങുകയും ചെയ്യാം. ഇവിടെ വന്ന് ഞങ്ങളുടെ അടുത്തേക്കൊന്നും എടുക്കണ്ട എന്നുള്ള വളരെ കഠിനമായിട്ടുള്ള ഒരു ധ്വനി. അതായത് നിങ്ങൾക്കൊന്നും ഒരു ധൈര്യമില്ല, ഞങ്ങളുടെ അടുത്തേക്കൊന്നും വന്നിട്ട് കാര്യവുമില്ല, സത്യമായിട്ട് കിട്ടാനും പോകുന്നില്ല എന്നുള്ള എത്രയോ അർത്ഥങ്ങൾ ഇങ്ങനെ പിന്നെയും ചുരന്ന് വരുന്ന വാക്കുകൾ. എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാതാവിന് അർത്ഥം വ്യാഖ്യാനിച്ചെടുക്കാം എന്നാണ്. വ്യാഖ്യാതാവേത്തി നോ കവി എന്നാണ്. കവിക്ക് എഴുതി വിടൽ കഴിഞ്ഞാൽ പിന്നെ അതിൽ അവകാശമില്ല. വ്യാഖ്യാതാക്കൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചെടുക്കാം. ബാക്കി എന്തൊക്കെയാണ് പറയണത് എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. ഇന്നിപ്പോൾ ഈ 3 ഒന്നുകൂടി ചൊല്ലി നോക്കാം. സുഖപോലതലം സുഭ്രു രക്തോഷ്ഠം ദീർഘലോചനം രുചിരാളകമാശിഷ്ടശൗരിഃ പശ്യൻ പ്രിയാമുഖം അഥ ഗത്വാ രഥേനോച്ചൈഃ പ്രചലത്കപികേതുനാ ഫൽഗുനഃ പൃഥിവീപാലാൻ സോപാലംഭമഭാഷത. രാജ്ഞസ്സകാശാന്നാനീതാ ശൗരിണാ ഘോരകർമ്മണ വൃഷാസ്തിഷ്ഠന്തി തേ തത്ര ഭവദ്ഭിഃ കിമിഹാഗതം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് ഇന്ന് നിർത്താം. ബാക്കി വർത്തമാനങ്ങളൊക്കെ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള, വളരെ വ്യംഗ്യാർത്ഥപ്രധാനമായിട്ടുള്ള ഈ ശ്ലോകങ്ങൾ ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.